വെൽക്കം ടു ഇലക്ട്രിക്കൽ എജുസോൺ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ബെസ്റ്റ് മെറ്റീരിയൽസ് ഫോർ RRB JEE SSC JEE കേരള PSC ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ കണ്ടന്റിലോട്ട് പോകുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ മെയിൻ ആയിട്ടുള്ള എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിപ്ലോമ ലെവൽ എക്സാംസ് ആണ് അല്ലേ? ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ ITI ലെവൽ എക്സാംസ്. അപ്പൊ അതിൽ നമ്മൾക്കിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പം ട്രേഡ്സ്മാൻ എക്സാം ഉണ്ട് അല്ലെ. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓവർസിയർ മറ്റോ ഉണ്ട് അല്ലെ. പിന്നെയുള്ളത് ഏതായിരുന്നു നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇപ്പം വരാൻ വേണ്ടി പോകുന്ന നോട്ടിഫിക്കേഷൻ. അപ്പൊ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ RRB JEE SSC JEE നിങ്ങൾ ഇതിന്റെ ഒക്കെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം SSC JEE യുടെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ വരുന്നുണ്ടാവും. ഓക്കെ, അതിന്റെ എക്സാം പറഞ്ഞിരിക്കുന്നത് ജൂൺ ജൂലൈ എന്നുള്ള രീതിയിലായിരിക്കും SSC JEE യുടെ എക്സാം വരുന്നുണ്ടാവുക. ഇനി അതേപോലെ RRB JEE ആണെന്നുണ്ടെങ്കിൽ RRB JEE നോട്ടിഫിക്കേഷൻ ഇതേപോലെ ഫെബ്രുവരി ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ ടയർ 1 ടെക്നിക്കൽ ഇല്ല, ടയർ 2 മാത്രമേ ടെക്നിക്കൽ ഉള്ളൂ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. RRB JEE SSC JEE ഒക്കെ സിലബസ് സെയിം ആണ്. ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ കാണും. പിന്നെയുള്ളതാണ് ട്രേഡ്സ്മാനും അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ. ഇപ്പൊ ട്രേഡ്സ്മാന്റെ കേസിൽ പറയുന്നത് PSC യുടെ ടൈം ടേബിൾ എപ്പോഴും വരും, ജനുവരി 1 വരും. മാർച്ച് വരെയുള്ള കലണ്ടറിൽ ഏതായാലും ട്രേഡ്സ്മാൻ ഇല്ല. അപ്പൊ മെയ് ജൂൺ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മെയ് ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, എസ് എസ് സിന്റെ ഏകദേശം അതേ ഒരു ടൈം തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അത് കൂടാണ്ട് വേറെയും എക്സാംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. SSC JEE നിങ്ങൾ നോൺ ടെക്നിക്കലും ഉണ്ട്. അപ്പൊ അതും കൂടി എന്ത് അതിന്റെ ഒരു സൈഡിൽ നോക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ എന്താ സിലബസും ഓൾമോസ്റ്റ് എന്താ സെയിം ആണ്. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് എഫേർട്ട് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്താ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഒരിക്കലും എന്റെ എക്സാമിന്റെ ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാത്ത ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ജനുവരി 1 എന്താ എന്തായാലും കലണ്ടർ വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ ഇനി നമ്മൾ കണ്ടന്റിലോട്ട് പോവാം. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഏതൊക്കെയാണ് നിങ്ങൾക്ക് തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ബുക്കുകളെന്നും അതേപോലെ ഡിപ്ലോമ ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഡിഗ്രിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ടാവും. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുക്കുകൾ ഏതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതെല്ലാം. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്താ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ പറയുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് പോകാം. അതിപ്പോ നമുക്കിപ്പോ ഏറ്റവും അധികം പറയാനുള്ളത് ബേസിക് കൺസെപ്റ്റ്. അപ്പൊ ബേസിക് കൺസെപ്റ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ നമ്മളിപ്പം RRB JEE സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. സിലബസ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, അപ്പൊ അതിൽ ബേസിക് കൺസെപ്റ്റിൽ പറയുന്നത് എന്താ, ബേസിക് ഇലക്ട്രിക്കൽ ബൈ VK മേത്തയുടെ ബുക്കാണ്. നമുക്ക് അതിൽ എന്താ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റിയ ഒരു പുസ്തകം. അതേപോലെ തന്നെ സർക്യൂട്ട്സ് ലോ പറയണ്ട, സർക്യൂട്ട്സ് ലോ എന്താ നമുക്ക് സെയിം ബുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഉണ്ട്. മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്താ നമുക്ക് ഈ സെയിം ബുക്ക് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക് ഇലക്ട്രിക്കൽ ബൈ VK മേത്ത. അതേപോലെ AC ഫണ്ടമെന്റലും ഉണ്ട്. AC ഫണ്ടമെന്റൽ എന്താ നമുക്ക് ഈ ഒരു സെയിം പുസ്തകം തന്നെ എന്താ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇത് നിങ്ങൾക്ക് AK ചക്രവർത്തി സർക്യൂട്ട് തിയറി അല്ലെങ്കിൽ നെറ്റ്വർക്ക് തിയറി എന്ന് പറഞ്ഞ AK ചക്രവർത്തിയുടെ ഒരു ബുക്ക് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ RRB JEE അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ എന്താ ഇത് VK മേത്ത അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തെരേജയുടെ പുസ്തകം എന്താ നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഓക്കെ, തെരേജയുടെ പുസ്തകം നോക്കിയാലും മതി, അല്ലെങ്കിൽ എന്താ VK മേത്തയുടെ പുസ്തകം നോക്കിയാലും മതിയാവും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പറയുന്നുണ്ടാവും, AK ഷോണി ആയിരിക്കും പറയുന്നുണ്ടാവുക. അതന്നെ എന്താ ഡിപ്ലോമക്കും ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് എന്താ AK ഷോണി നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനിയിപ്പം ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസിന് എന്താ നമുക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ JB ഗുപ്തയാണ്. അതല്ലാതെ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് BL തെരേജയുടെ സെക്കൻഡ് വോളിയത്തിലേക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല പുസ്തകത്തിന്റെ എന്താ PDF അവൈലബിൾ ആണ്. വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. അതല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലും എന്താ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിന്റെ ഒരു സീരീസ് പറഞ്ഞെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അത് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് ബൈ BL തെരേജ അല്ലെങ്കിൽ JB ഗുപ്ത. JB ഗുപ്തയാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് BL തെരേജയിലേക്ക് പോവാം. BL തെരേജയിലാകുമ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ എന്താ എറേഴ്സ് ഉണ്ടാവും കേട്ടോ. BL തെരേജയിൽ കുറെ എറേഴ്സ് ഉണ്ട്. അപ്പോൾ എറേഴ്സ് BL തെരേജയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബെറ്റർ എന്താ JB ഗുപ്ത തന്നെയാണ്. ഓക്കെ, അതേപോലെ പവർ സിസ്റ്റത്തിന്റെ പറയുകയാണെങ്കിൽ VK മേത്ത അല്ലെങ്കിൽ രോഹിത് മേത്തയാണ് നല്ലത്. അല്ലെങ്കിൽ CL വാദ്വയിലേക്ക് പോവാം. അതും അല്ലെങ്കിൽ എന്താ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ BL തെരേജ. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ BL തെരേജയിലേക്ക് പോവാം.
ബി എൽ തെരേജലിന്റെ എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബെറ്റർ എന്ന് വെച്ചാൽ വി കെ മേത്ത അല്ലെങ്കിൽ രോഹിത് മേത്ത, സോറി വി കെ മേത്തയും രോഹിത് മേത്ത എന്നുള്ളതാണ് ഓതേഴ്സ്. ഓക്കെ, വി കെ മേത്തയും രോഹിത് മേത്ത ഓതേഴ്സ് വരുന്ന പവർ സിസ്റ്റം അനാലിസിസ് നമ്മൾ അതിന്റെ ഒരു കവർ പേജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വാദ്വേന്റെ സ്റ്റോക്ക, അതും അല്ലെങ്കിൽ എന്താ ബി എൽ തെരേജയുടെ വോളിയം 3ലേക്ക് പോവാം. ബി എൽ തെരേജയില് എറേഴ്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ക്വസ്റ്റ്യൻ പഠിക്കുകയാണ് എന്താ ആർ കെ രജ്പുത്തിന്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ നിങ്ങൾക്ക് ആർ കെ രജ്പുത്തിന്റെ പുസ്തകം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സിന്റെ കേസിലോ നിങ്ങൾക്ക് ഇതേപോലെ വി കെ മേത്തയുടെ ബേസിക് ഇലക്ട്രോണിക്സ് വി കെ മേത്തയുടെ പുസ്തകം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസ് എസ് സി ജി അല്ലെങ്കിൽ ആർ ആർ ബി ജിയുടെ സിലബസിൽ വരുന്നത്. ഇതിന്റെ സിലബസ് നമ്മൾ എന്താ താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ജസ്റ്റ് അതിന്റെ കവർ പേജ് ജസ്റ്റ് ആഡ് ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എസ് ഐ യൂണിറ്റ്സ് വോളിയം 1, അതാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എസ് എൻ പബ്ലിക്കേഷൻസിന്റെ ബിഗൽ തെരേജ അല്ലെങ്കിൽ ആക്കിയ തെരേജയുടെ. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിൻ ടെക്നോളജി ഇൻ എസ് ഐ യൂണിറ്റ്സ് വോളിയം 2 ഇൻ ഡി സി മെഷീൻസ് നമ്മൾ ബിഗൽ തെരേജ ആക്കിയ തെരേജ. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി പവർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എസ് എൻ പബ്ലിക്കേഷൻസിന്റെ ബിഗൽ തെരേജ ആക്കിയ തെരേജ. പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ രോഹിത് മേത്തയുടെ പുസ്തകമാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. വി കെ മേത്ത, രോഹിത് മേത്ത അല്ലെങ്കിൽ വാത്വയിലേക്ക് നിങ്ങൾക്ക് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് പവർ സിസ്റ്റം ബൈ വി കെ മേത്ത ആൻഡ് രോഹിത് മേത്ത, എസ് എൻ പബ്ലിക്കേഷൻസിന്റെ തന്നെയാണ്. പിന്നെ എന്താ എ കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എ കെ ഷോളിയുടെ പുസ്തകം. മെഷർമെന്റ്സിന് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള എന്താ ബേസിക് ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് എന്താ ഡി പി കോത്താരി, നഗ്രത്തൻ കോത്താരിയുടെ പുസ്തകം നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യാവുന്നതാണ്. നഗ്രത്തൻ കോത്താരിയുടെ പുസ്തകം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇലക്ട്രിക്കൽ ഡിസൈൻ എസ്റ്റിമേഷൻ കോഴ്സിംഗിന് എന്താ റെയ്ന ഭട്ടാചാര്യയുടെ പുസ്തകം എന്താ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെയ്ന ഭട്ടാചാര്യയുടെ പുസ്തകം നിങ്ങൾക്ക് എന്താ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ആർ കെ രജപുത്തിന്റെ പുസ്തകം നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനിപ്പോ നമ്മളിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മളെ എപ്പോഴും പറയുന്ന പോലെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ പുസ്തകം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിപ്പം നമ്മളിപ്പോ ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആർ ആർ ബി ജിയുടെ ആണ്. ആർ ആർ ബി ജിയുടെ പി വൈ ക്യൂസ് ഇൻക്ലൂഡ് ചെയ്താണ്. സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ എന്താ ടെക്നിക്കലി വരുന്നത് ആർ ആർ ബി ജിക്ക് അല്ലെ. ഒക്കെ സെക്കൻഡ് സ്റ്റേജിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തൊരു പുസ്തകമാണ്. 2018 സോറി 2001 തൊട്ട് 2018 വരെ 2019 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്താ അവരവിടെ ആഡ് ആക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ആർ ആർ ബി ജെയിനിയുടെ അതുപോലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ ഉണ്ട്. അതെ, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് മേഡിസിയുടെ 2007 2022 വരെയുള്ള പി വൈ ക്യൂസ് അടങ്ങിയ മേഡിസി പബ്ലിക്കേഷൻസിന് എസ് എസ് സി ജിയുടെ പി വൈ ക്യൂസ് അടങ്ങിയ പുസ്തകം നിങ്ങൾക്ക് എന്താ നോക്കാം, റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. നമ്മൾ ഇതിന്റെ ആർ ആർ ബി ജിയുടെ സോറി യൂത്ത് കോമ്പറ്റീഷൻ ടൈപ്സിന്റെ നമ്മളൊരു പുസ്തകം, രണ്ട് പുസ്തകം ഉണ്ട്. ഇത് കൂടാണ്ട് എ ഇ ലെവലും ഉണ്ട്, ജെ ഇ ലെവലും ഉണ്ട്. അതിന്റെ ഒരു സാമ്പിൾ ഞാനിപ്പം അവസാനം കാണിച്ചു തരാം. ഓക്കെ, അതിന്റെ കണ്ടന്റ്സ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് സാമ്പിളായി കാണിച്ചു തരാം. ഓക്കെ, അത് കൂടാണ്ട് എന്താ ഇതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ജെഇ വോളിയം 1 ഉണ്ട്, അതേപോലെ വോളിയം 2 ഉണ്ട്. വോളിയം 1ലും വോളിയം 2ലും എന്തൊക്കെയാണ് എല്ലാവരും നമ്മൾ പറയാം. അതേപോലെ എയുടെയും ഇതേ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ എയുടെ പുസ്തകം അവൈലബിൾ ആണ്. അതിന്റെ ഒക്കെ പി ഡി എഫ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമ്മളെ രാമൻ സാറിന്റെ ഒരു ഇ ഐ ഡി പബ്ലിക്കേഷൻസ് ഉണ്ട്. അതും എന്താ നല്ല തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ റെഫർ ചെയ്യാം. അതിന്റെ സാമ്പിൾ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ റെഫർ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പം ഡിഗ്രി ലെവലാണ് നിങ്ങൾ നോക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇതിലാകുമ്പോൾ ഞാൻ ഗേറ്റിന്റെ പി വി ക്യൂസ് ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ഗേറ്റിന്റെ പി വി ക്യൂസ് ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ടാവും. അതുപോലെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന്റെ പി വി ക്യൂസ് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ജെ ബി ഗുപ്തയുടെയാണ്, കറ്റാരിയ പബ്ലിക്കേഷൻസിന്റെ ആണ്. ഓക്കെ, അപ്പോ 8th എഡിഷൻ. അതേപോലെ നിങ്ങൾക്ക് അതേപോലെ എസ് എൻ പബ്ലിക്കേഷൻസിന്റെ വി കെ മേത്ത രോഹിത് മേത്തയുടെ പുസ്തകം അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആർ കെ രജപുത്തിന്റെ ബിർള പബ്ലിക്കേഷൻസിന്റെ പുസ്തകം നിങ്ങൾക്ക് എം സി ക്യൂസ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ടെസ്റ്റ് സീരീസ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, അത് നിങ്ങൾ പഠിച്ചത് ശരിയായ മാർഗത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എന്താ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി എന്താ ടെസ്റ്റ് സീരീസിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ടെസ്റ്റ് സീരീസ് നിങ്ങൾ എക്സാം മാക്സിമം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ ഫേസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മെത്തേഡ് ശരിയാണോ, നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നില്ലാരും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിവിഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്താ പിന്നെ 2 ദിവസം കൂടുമ്പോൾ കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, അതുപോലെ വീക്കിലി റിവൈസ് ചെയ്യുക, അതേപോലെ എന്താ മന്ത്ലി റിവൈസ് ചെയ്യുക, ബൈ വീക്കിലി റിവൈസ് ചെയ്യുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ എന്താ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവിഷൻ ചെയ്യണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ എന്താ ഷോർട്ട് നോട്ട്സ്
എഴുതി വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റ് നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ ബേസ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ കുറെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവിടെ സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് ആവും. അപ്പൊ അതിന്റെ സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് നിങ്ങൾ അപ്ലൈ ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ മിക്സഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം സർക്യൂട്ട്സും മെഷീൻസും അല്ലെ, സർക്യൂട്ട്സും ഡി സി മെഷീൻസും അല്ലെ, അതുപോലെ മെഷർമെന്റ്സും സിംഗിൾസ് മെഷീൻസും, അങ്ങനെ എന്താ മിക്സഡ് ആയിട്ടും കൂടി എന്താ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, മിക്സഡ് ആയിട്ടും കൂടി എന്താ ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം എന്താ മോക്ക് ടെസ്റ്റ്, നിർബന്ധമായിട്ട് മോക്ക് ടെസ്റ്റും വേണം. അതേപോലെ പ്രീവിയസ് ടെസ്റ്റ് നിങ്ങൾക്ക് അത് ഏറ്റവും ആദ്യം ആണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാം. അതായത് എങ്ങനെയാണ് ക്വസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി ഏറ്റവും ആദ്യമാണെങ്കിൽ എന്താ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അതിന്റെ അടക്കം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ടെസ്റ്റ് നിങ്ങൾ എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും അതുമായിട്ട് എന്തായാലും എന്താ ഫെമിലർ ആവണം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് എന്താ അത്രയും മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന അത്രയും എന്താ നിങ്ങൾക്ക് അവിടെ എറേഴ്സ് എന്താ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ നിങ്ങൾ എത്രത്തോളം എക്സാംസ് എഴുതുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിംഗ് എന്താ നിങ്ങൾക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾ മാക്സിമം എക്സാംസ് എഴുതാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ജെഇഡി മെയ്ഡിയും ആണ്. അപ്പോൾ ഇതില് ജസ്റ്റ് ക്ലാരിറ്റി ചിലപ്പം കുറവായിരിക്കും, കാരണം വെച്ചാൽ ഇത് ക്യാം സ്കാൻ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് കണ്ടന്റ്സ് മാത്രമാണ് നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേറ്റ നെറ്റ്വർക്ക് തിയറി ഉണ്ട്. അതേപോലെ ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ ജെഇഡി ആണ് കേട്ടോ, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി. അതിന് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ്സ് എന്താ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾക്ക് ഇവിടെ എന്താ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് തന്നെ എന്താ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എന്താ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 1296 പേജസോളം ഉണ്ട് പാർട്ട് 1 തന്നെ ജെഇയുടെ. അത് കഴിഞ്ഞിട്ടാണ് ജെഇയുടെ പാർട്ട് 2 വരുന്നത്. അതിലാണ് എന്ത് ചെയ്യാം മെഷീൻസും കാര്യങ്ങളൊക്കെ അതിലെ വരുന്നത്, ന്യൂക്ലിയസേഷൻ, അതുപോലെ ഇലക്ട്രോണിക്സ്, ബേസിക് ഇലക്ട്രോണിക്സ് ഒക്കെ എന്താ അതിലാണ് വരുന്നത്. ഡിജിറ്റലി, അതേപോലെ പവർ ഇലക്ട്രോണിക്സ്, കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അതൊക്കെ എന്താ കൺട്രോൾ സിസ്റ്റം കൂടി എന്താ ജെഇയുടെ ഇതിലെന്താ അവൈലബിൾ ആണ്. ഓക്കെ, അതിൽ ഏകദേശം 1326 പേജ് ഉണ്ട്. ഇനിയിപ്പോ എയുടെ കേസിലാണ് കുറച്ചും കൂടി എന്താ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എ സിലബസ് നല്ല ഇതിൽ ഇവിടെ കണ്ടില്ലേ, ജെഇയുടെ സിലബസ് നല്ല ഇതിൽ കൊടുത്ത പോലെ അവിടെ എന്താ എയുടെ ഇതിൽ കണ്ടില്ലേ, ജെഇ ഇലക്ട്രിക്കൽ, ജെഇ പറയും പി എസ് സി എന്നുള്ള ഇത്. ഇതിലെന്താ കറസ്പോണ്ടിങ് ആയിട്ട് എ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് തിയറി, അതേപോലെ ഫീൽഡ് തിയറി, കൺട്രോൾ സിസ്റ്റം, എലമെന്റ്സ് ഓഫ് ഇലക്ട്രോണിക്സ്, അതേപോലെ നെറ്റ്വർക്ക് തിയറി, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി, കൺട്രോൾ, സോറി റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. അനലോഗ് ഇലക്ട്രോണിക്സ്, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ മെഷീൻസ് ഒക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. സിഗ്നൽസ് സിഗ്നൽസ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പവർ ഇലക്ട്രോണിക്സ്, ഡിജിറ്റലി, പവർ സിസ്റ്റം, അനലോഗ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്തത്, പാർട്ട് 1 മെഷീൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇൻഡക്ഷൻ മെഷീൻസ് എന്താ ഇതിലാണ് സെക്കൻഡിലാണ്, സെക്കൻഡ് വോളിയത്തിലുള്ളത്. അതുപോലെ പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ, സ്വിച്ച് ഗിയർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷർമെന്റ്സ്, ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ്, മൈക്രോ പ്രൊസസർ, അതൊക്കെ ഇതിലാണ്. ഇത് ഏകദേശം 750 പേജസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ മൈൻഡ് അപ്പ്. നിങ്ങൾ മെയിൻ ആയിട്ട് എന്താ കൂടുതൽ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ മാക്സിമം എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.